മണാലിയുടെ തിരക്കിലും ശബ്ദത്തിലും നിന്ന് കുറച്ചു മാറി ഇന്നും അത്ര ആളുകൾ അറിയാത്ത ഒരു ഗ്രാമമുണ്ട്. പർവ്വതങ്ങളുടെ നടുവിൽ മഞ്ഞ് മൂടിയ നിശബ്ദതയിൽ ഒരു വേറിട്ട ലോകം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം. അതാണ് സേതൻ വില്ലേജ്. ഈ വീഡിയോയിൽ സേതൻ എവിടെയാണ്, എങ്ങനെ അവിടെ എത്താം, എന്താണ് കാണാനുള്ളത്, എന്തുകൊണ്ട് ഇതൊരു ഹിഡൻ ജെമ്മായി നിലനിൽക്കുന്നു എന്നെല്ലാം നമുക്ക് വിശദമായി കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. पास देखने के लिए हाँ ये सीधा पूरा स्ट्राइट रोड है. स्ट्रेट नहीं है, ये मोड़ है. नहीं अभी ये सीधा जाने का वो मैप का ज़रूरत है. बीच में यहाँ से राइट ना, इस साइड पे. हाँ आपने सीधा जाना कर दो. ओके ओके ना. ഓക്കെ അതെ, എന്ത് പറ്റിയാലും സ്വന്തം ഉത്തരവാദിത്തത്തോടെ പോവാം. അറിയും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടതുപോലെ തന്നെ അവിടേക്ക് പോകുമ്പോൾ സ്വന്തം ഉത്തരവാദിത്തം തന്നെ ആയിരിക്കണം എന്തു പറ്റിയാലും എന്നുള്ളൊരു ഫാക്ടറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു റോഡ് നേരെ എത്തുന്നത് ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മണാലിയെപ്പറ്റി സെർച്ച് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഹംതാ പാസ് എന്നൊരു ട്രക്കുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ ഒരു ട്രെക്കിംഗ് ചെയ്യാനല്ല, പക്ഷേ അവിടേക്ക് പോകുമ്പോൾ ഈ റൂട്ടിൽ കയറുമ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്ത ഹംതാ പാസ് ട്രെക്കിൻ്റെ ഒരു പെർമിറ്റ് കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നമുക്ക് എന്ത് പറ്റിയാലും അവർക്ക് ഉത്തരവാദിത്തമില്ല, സ്വന്തം ഉത്തരവാദിത്തമാണെന്നുള്ളതും എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളിത് കേട്ട് പേടിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. ഹംതാ പാസ് ട്രക്ക് എന്നുള്ളത് അത്യാവശ്യം കഠിനമേറിയ, മണാലിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്കുകൾ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റോഡിലേക്ക് കയറുമ്പോൾ തന്നെ അങ്ങ് മേളിൽ വരെയും ഫുൾ ഓഫ് റോഡായിരിക്കും. കാരണം ഇവിടുത്തെ റോഡ് അത്യാവശ്യം വളരെ കുണ്ടും കുഴിയും നിറഞ്ഞ് ടാറൊന്നും ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു റോഡാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സൂക്ഷ്യം കണ്ടും തന്നെ വേണം പോകാനും. അപ്പോൾ നമ്മൾ ഈ ഒരു പോയ ടൈമിൽ സ്നോഫാൾ വീണിട്ടില്ല. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് സ്നോഫാൾ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഈ സ്ഥലമെല്ലാം മഞ്ഞിൽ മൂടിപ്പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 9000 അടി ഉയരത്തിലാണ് സേതൻ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സേതൻ വില്ലേജിൽ നിന്നാണ് നമ്മുടെ ഹംതാ പാസ് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈഡ് സേതൻ വില്ലേജ് വരെയുള്ളൊരു റൈഡ് എക്സ്പീരിയൻസും ആ റൈഡിലുള്ളൊരു കുറച്ച് കാഴ്ചകളും മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ഒരു യാത്രയിൽ ആദ്യത്തെ 2 ദിവസവും ഹിമാലയൻ 450 എന്ന അഡ്വഞ്ചർ ബൈക്കായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു റൈഡിൽ ഹണ്ടർ എടുത്തിട്ട് വരുമ്പോൾ ഈ ഒരു റോഡ് കാണുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, ഹണ്ടർ കയറി പോകുമോ, ഈ ഒരു ഓഫ് റോഡൊക്കെ ഞങ്ങളെ 2 പേരെയും വെച്ച് ഇത് ടാക്കിൾ ചെയ്ത് പോകുമോ എന്നുള്ളത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഹണ്ടർ തന്നൊരു എക്സ്പീരിയൻസ് വളരെയധികം അടിപൊളിയായിരുന്നു. കാരണം ഇത്രയും കഠിനമായ ഓഫ് റോഡ് കംപ്ലീറ്റ് കയറി ഇറങ്ങിയത് രണ്ടും, പിന്നെ അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ നഗർ പോയതും ഈ ഒരു വണ്ടിയിൽ തന്നെ ആയിരുന്നു. സോ നിങ്ങൾക്ക് മണാലി പോകുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഹണ്ടർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എവിടെ വേണേലും അവൻ നമ്മളെ പുട്ടുപോലെ കൊണ്ടുപോകുന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എൻജിൻ ഓഫ് ചെയ്ത് ചുറ്റും നോക്കുമ്പോൾ മുന്നിൽ അപരിചിതമായ ഹിമാലയൻ പർവ്വതങ്ങൾ, ധൗലാധാർ റേഞ്ച് മഞ്ഞ് തൊട്ടു നിൽക്കുന്ന കൊടുമുടികൾ. ആ നിശബ്ദതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഹൃദയമിടിപ്പ് കേൾക്കാം.
സേതൻ വില്ലേജ് റിണി ഗ്രാമത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മലഗ്രാമം. ഇവിടേക്ക് വരുന്ന വഴി കുറഞ്ഞ വീതിയുള്ള കയറ്റമുള്ള ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന റോഡുകൾ. പ്രത്യേകിച്ച് വിൻ്ററിൽ മഞ്ഞ് മൂടിയാൽ സാധാരണ വാഹനങ്ങൾക്ക് എത്താൻ പോലും പറ്റില്ല. ഈ യാത്രയ്ക്ക് ഏറ്റവും നല്ലത് 4x4 വാഹനമോ അല്ലെങ്കിൽ ഒരു ബൈക്കോ മാത്രമാണ്. ഓഫ് റോഡ് റൈഡിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു സ്വർഗം തന്നെയായിരിക്കും. അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ ഒരു യാത്ര ആരംഭിച്ചു. മേളിലേക്ക് കയറും തോറും യാത്രയുടെ ആ റോഡിൻ്റെ കാഠിന്യം കുറച്ച് കൂടിക്കൂടി വന്നു. എന്നാൽ പോലും നമ്മുടെ വണ്ടി അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ മണാലിയിൽ നിന്നും പോകുന്ന ഒരുപാട് ടാക്സികളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ റൂട്ടിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് താഴെ നിന്ന് നമുക്ക് ടാക്സി പിടിച്ചിട്ടാണെങ്കിലും വരാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ സ്നോഫാളിൻ്റെ സമയത്ത് ഇവിടേക്ക് 4x4 ജെമിനി കാർ പോലുള്ള വണ്ടികൾ മാത്രമേ, ജിപ്സി പോലുള്ള വണ്ടികൾ മാത്രമേ കയറി വരത്തുള്ളൂ. ഒരുപക്ഷെ ബൈക്ക് പോലും കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നോഫാളിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു വില്ലേജിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഈ സ്ഥലം ചൂസ് ചെയ്തത് സ്നോഫാളിലുള്ള സേതൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ്. വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇഗ്ലൂവിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു വില്ലേജ് സേതൻ തന്നെയാണ്. ഇവിടെ ഇഗ്ലൂവിൽ ഉണ്ടാക്കിയ ഒരുപാട് സ്റ്റേയും കാര്യങ്ങളൊക്കെ മഞ്ഞുകാലത്ത് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി കുറച്ച് മേളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ ഒരുപാട് വീടുകളും ഒരുപാട് സ്റ്റേകളും ഡോം സ്റ്റേകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് രാത്രി കാലങ്ങളിൽ നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് നക്ഷത്രങ്ങളെയും അങ്ങനത്തെ ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് സേതൻ എന്നറിയാൻ സാധിച്ചു. നമ്മൾ ഈ പോകുന്ന വാലിയിലൊക്കെ ചുറ്റും ദേവദാരു മരങ്ങളും ആ മരങ്ങൾ നിൽക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ആ ഒരു വാലിയുടെ ഒരു ബ്യൂട്ടിയും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം എല്ലാവരും പോകുന്നൊരു സ്ഥലമൊക്കെ വിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ശരിക്കും ആ ഒരു യാത്രയുടെ ഒരു കംപ്ലീഷൻ എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. കാരണം അത്യാവശ്യം ക്രൗഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വളരെ സമാധാനമായിട്ട് പോയിട്ട് വരാനും ആ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കാനും ഒക്കെയുള്ളൊരു അവസരം കൂടി നമുക്ക് കിട്ടും. ഈ പോകുന്ന വഴിയിലൊക്കെ പല സ്ഥലങ്ങളിലും റോഡിൽ തന്നെ മഞ്ഞുരുകി വെള്ളവും അതുപോലെ തന്നെ ബ്ലാക്ക് ഐസും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. ചിലയിടങ്ങളിൽ മഞ്ഞ് വീണിട്ടുമുണ്ട്. അതൊക്കെ ആ ഒരു കാഴ്ചയൊക്കെ വളരെ കുളിർമയേകുന്ന ഒന്നായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് സ്നോഫോളായ സേതൻ്റെ ഭംഗി എന്തായിരിക്കും. അങ്ങനെ സേതനിലേക്ക് എൻട്രി ചെയ്ത് സേതൻ വില്ലേജിലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് കാണുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തി കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരു കോപ്പിയൊക്കെ കുടിച്ചിട്ട് മുന്നോട്ടേക്ക് നീങ്ങാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ശരിക്കും നമുക്ക് സേതൻ വില്ലേജിൻ്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. അത്യാവശ്യം ചെറിയൊരു വില്ലേജ് തന്നെയാണ്. മാഗിയേ മാഗി കഴിക്കും. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ ആ ഒരു മാഗി കഴിക്കാനും ഒരു നല്ലൊരു ചൂട് കാപ്പി കുടിക്കാനൊക്കെയുള്ള ആഗ്രഹത്തിൽ ആ ഒരു തുറന്ന സ്ഥലത്ത് ഞങ്ങൾ വണ്ടി ഒതുക്കി റിലാക്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ചേച്ചി മാഗിയും കോഫിയൊക്കെ ഉണ്ടാക്കാനും സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം അടിപൊളി ഒരു സ്പോട്ടാണ്. ഹോൾട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇത്. കാരണം നമ്മൾ കയറി വരുന്ന ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ റോഡുകളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ളൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വൻകിടിലം തന്നെയാണ്. കാരണം നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിർത്തി ഒരു കോഫിയും ഒക്കെ കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം അതൊരു നല്ല ഒരു വ്യൂവും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇതുപോലെ കസേരയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ആ ചേച്ചി ഇട്ടിട്ടുണ്ട്. ഹിമാചലി ഭക്ഷണമായ ഈ കാണുന്ന സിട്ടവും അന്ന് അവിടെ നിന്ന് കഴിക്കാനായിട്ട് നമുക്കൊരു അവസരം ഉണ്ടായി. ഈ കാണുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ
സേതൻ വില്ലേജിൻ്റെ ശരിക്കുള്ളൊരു വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ കാണുന്ന പോലെ ആ റോഡിൽ നമ്മൾ കയറിപ്പോകുന്നത് ബ്ലാക്ക് ഐസിൻ്റെ മേളിൽ കൂടെ തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴത്തേനും തണുപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ റൈസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ചില ഭാഗങ്ങളിൽ നമുക്ക് മഞ്ഞ് വീണിട്ടുള്ളതും ഐസ് കട്ട പിടിച്ചിരിക്കുന്നതും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇവിടെ കൂടുതലും ബുദ്ധമതം ആണ് ഏറ്റവും കൂടുതൽ അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തവും പീസ്ഫുള്ളും ആയിട്ടുള്ളൊരു അന്തരീക്ഷവും ആൾക്കാരുടെ ബിഹേവിയർ ആണെങ്കിലും എല്ലാം വളരെ സ്നേഹത്തോടെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഈ ഒരു വില്ലേജിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്, ഈ ഒരു വില്ലേജിൻ്റെ ഈ ഒരു ടൗൺ പോലത്തെ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ ചെറുതും വലുതുമായ ഒരുപാട് സ്റ്റേകളുണ്ടെങ്കിലും അത്യാവശ്യം ഒരുപാട് ലക്ഷറി ടൈപ്പ് കോട്ടേജുകളും ഒന്നും നമ്മളവിടെ പ്രതീക്ഷിക്കരുത്. നമുക്ക് അത്യാവശ്യം റിഫ്രഷ് ആവാനും ഒക്കെ താമസിക്കാനും ഒക്കെ ഒരു സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പം സേതനിൽ വന്ന് സ്റ്റേ ചെയ്യണം എന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒരു താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വില്ലേജിൽ എത്തിയിട്ട് അവിടെ നിങ്ങൾക്ക് സ്റ്റേയും കാര്യങ്ങളും എല്ലാം എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞ് പെയ്ത ടൈമിലാണ് അവിടെ എത്തുന്നതെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഗ്ലൂ സ്റ്റേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ചിലപ്പോൾ സേതനിൽ നിന്നും സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്ന് മുഴുവൻ വാലി തുറന്നു കിടക്കുന്നു. പച്ചയും കല്ലുകളും ചില ഭാഗങ്ങളിൽ മഞ്ഞും. ഹിമാലയം ഒരൊറ്റ രൂപമല്ല, ഓരോ കിലോമീറ്ററും ഒരു പുതിയ കഥയാണ്. അവസാനം ഞങ്ങളെത്തി സേതൻ വില്ലേജിലേക്ക്. ഹിമാചൽ പ്രദേശിൻ്റെ മലകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇനിയും ടൂറിസം കൊണ്ട് മുഴുവനായി തൊടാത്ത ഒരു ഹിഡൻ ജെം. മണാലിയിൽ നിന്നും 12 മുതൽ 15 കിലോമീറ്റർ മാത്രം ദൂരം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു വേറെ ലോകത്ത് എത്തിയിരിക്കുന്നുവെന്ന്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2700 മീറ്റർ ഉയരത്തിൽ ഈ ഗ്രാമം പ്രകൃതിയുടെ മധ്യത്തിൽ ഒരു ശാന്തമായ ജീവിതം നയിക്കുന്നു. ഈ ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ നിശബ്ദതയായിരിക്കും. മണാലിയിലെ ശബ്ദവും തിരക്കും ഇവിടെ ഇല്ല. ഇവിടെ കാറ്റിൻ്റെ ശബ്ദം മാത്രം. അവിടെ എത്തിയപ്പോൾ ആദ്യമായി സിഡ്ഡു എന്ന ഹിമാചലിൻ്റെ പരമ്പരാഗത ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയത് വളരെയധികം കൗതുകം തോന്നിയൊരു കാര്യമായിരുന്നു. അതൊരു ഭക്ഷണം മാത്രമല്ല, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമുക്ക് മണാലിയിലൊന്നും ഒരിക്കലും ആ ഒരു ഭക്ഷണമൊന്നും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ കടയിലെ ആ ചേച്ചിയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവിടുത്തെ ജീവിതം എത്ര ലളിതമാണെന്നും മനസ്സിലായത്. ഈ റൂട്ടിൽ തന്നെ ഹിമാചലിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ, അതായത് വലിയ പ്ലാന്റ് അല്ല, നമ്മുടെ നാട്ടിലെ പോലെ ഡാം കിട്ടി അങ്ങനത്തെ ഒരു വലിയ പ്ലാന്റ് അല്ല, എന്നാൽ പോലും നമ്മുടെ ഈ ഒരു മൗണ്ടൈൻസിനെ മേളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് ടണൽസിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് ഇവിടെ ടർബൈൻസ് ഒക്കെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക് ജനറേഷൻ പ്ലാന്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. പക്ഷെ അതിൻ്റെ ഒരു മേജർ പാർട്ട് വരുന്ന മലാന വില്ലേജിലാണ്. മലാന വില്ലേജിനെ പറ്റി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വഴിയിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സേതൻ വില്ലേജിൻ്റെ ആ ഒരു കാഴ്ചകളും ആ ഒരു വാലീസിൻ്റെ ബ്യൂട്ടിയും ദേവദാരു മരങ്ങളും ഒക്കെ കണ്ട് ഞങ്ങൾ ആ യാത്ര മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു വഴിയുടെ ഡെഡ് എൻഡ് വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് പോകുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹംതാ പാസ് ട്രെക്കിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ നടന്നിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റൂട്ട് പോയപ്പോഴാണ് ഈ ഒരു ഹംതാ പാസ് ട്രെക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലും കയറിക്കൂടിയത്. അപ്പോൾ അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈനായിട്ട് ആ പോർട്ടലിൽ കയറി ഒരു പെർമിറ്റ് എടുക്കണം. അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതി കൊണ്ടുവരുന്നാൽ മതി. ഒരുപക്ഷെ സേതൻ വില്ലേജ് ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് അടുത്ത ദിവസം ട്രെക്കിങ്ങിന് പോകാമെന്ന ഒരു ഐഡിയ ആണെങ്കിലും നല്ലതായിരിക്കും. അതിനൊരുപാട് പാക്കേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ പാക്കേജും കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിലും ആ ഒരു
റൂട്ടൊക്കെ നോക്കി പോകാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ഒരു നമ്മളിപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രക്ക് എന്നൊക്കെ പറയുന്നത് അത്ര ഒരു കഠിനമായ ഒരു ട്രക്കും കാര്യങ്ങളൊന്നുമല്ല. എന്നിരുന്നാലും അത്യാവശ്യം ദിവസങ്ങൾ 1-2 ദിവസം 3 ദിവസവും എന്തോ എടുക്കുന്ന ഒരു ട്രക്കിങ് തന്നെയാണ്. സമയമെടുത്ത് വാലീസിൻ്റെ ഇടയ്ക്കൂടെയും മഞ്ഞുമലകൾക്കിടയിലൂടെയും റിവർ ക്രോസിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സിലൂടെയുള്ളൊരു ട്രക്കിംഗ് ആണ്. അപ്പോൾ അത് നമുക്കുണ്ടെങ്കിലും ഈ നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഓരോ വളവും കാര്യങ്ങളൊക്കെ കഴിയുന്തോറും നമ്മുടെ ഹൈറ്റ് അത്യാവശ്യം നമ്മൾ കയറി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ആ ഒരു സേതൻ വില്ലേജ് വരെയാണ് ശരിക്കും ഒരു 9000 അടി ഉയരമെന്ന് പറയുന്നത്. അതിനുശേഷം മേളിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും കയറുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കൂടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നേരെ കാണുന്ന പോലെ ഒരുപാട് മഞ്ഞ് വീണിട്ടുള്ള സ്ഥലങ്ങളും മഞ്ഞ് ഫോം ചെയ്തതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉരുകി വരുന്ന വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളെ നമ്മുടെ ഒരു സേതൻ വില്ലേജിൽ കാത്തിരിക്കുന്നത്. അതായത് ഈ സേതൻ വില്ലേജിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹംദാബാദ് ട്രെക്കിങ്ങിലേക്ക് പോകാനും നമുക്ക് സേതൻ വില്ലേജ് കഴിഞ്ഞ് മാക്സിമം വണ്ടി ഓടിച്ച് വരാനും സാധിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ മുന്നോട്ടേക്ക് നടന്നു പോകാനും ഒക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. ഞങ്ങളും കുറച്ച് നേരം ഒന്ന് നടന്നു. അപ്പോൾ സെയിം ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മുടെ ഒരു ജേണി തിരിച്ച് താഴെ നമ്മുടെ മണാലി ടൗണിലേക്ക് തന്നെ തിരിച്ചു. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് മറ്റൊരു വില്ലേജും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അന്നത്തെ ദിവസം തന്നെ രാത്രിയിലായിരുന്നു നമുക്ക് തിരിച്ച് ഡൽഹിയിലേക്കുള്ള ബസ്സും. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ ആ മലകളൊക്കെ ആ ഒരു ഹെയർ പിന്നുകളൊക്കെ ഇറങ്ങി തിരിച്ച് താഴേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹിമാചലിലെ അല്ലെങ്കിൽ നമ്മുടെ മണാലിയിലെ പുതിയൊരു വില്ലേജ് കണ്ട ഒരു സന്തോഷവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെ കഴിഞ്ഞ് പയ്യെ ഞങ്ങൾ ആ ഒരു ഹെയർ പിൻസൊക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ കയറുന്നതിനേക്കാളും കുറച്ചുകൂടെ ടഫ് ഇറങ്ങുന്നതാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ടൈറ്റായിട്ടുള്ള ബെൻഡ്സൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ചെയ്യണം. കാരണം അത്യാവശ്യം പൊടിയും മണലും ഒക്കെ തന്നെ ആയിരിക്കും ആ ഒരു റോഡിലുണ്ടാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ സേതൻ വില്ലേജിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത പാർട്ടായ ലാസ്റ്റ് പാർട്ടിൽ നഗർ വില്ലേജുമായിട്ട് നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് ലാസ്റ്റ് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.